ഹായ് ഫ്രണ്ട്സ് കേട്ടോ മിയ വാവ് എൻ്റെ ഫ്യൂച്ചർ ഹസ്ബൻഡാന്ന് ജോലി തൊട്ട് മിയ നോക്കായിരുന്നു. ഓക്കെ ആണ് മാം, ഓക്കെ എന്ന് പറഞ്ഞ അവിടുന്ന് ഹീറോയുടെ ചേട്ടനെ പോയായിരുന്നു. ചേട്ടനെ വെച്ച് കണ്ണടക്കാട് ഇവനാണ് എൻ്റെ പാർട്ട്ണർ. എന്നെ മിയക്ക് ഭയങ്കര ഹാപ്പി. മിയ എന്നെ ഫുള്ള് ബോഡി ഗാർഡോട് വിളിച്ചായിരുന്നു എന്നെ ഫോളോ ചെയ്തു എന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്ത് ഇവനെ ഫുൾ ഡീറ്റെയിൽസ് വേണമെന്ന് അങ്ങനെ ഫോളോ ചെയ്യാൻ തുടങ്ങിയാണ്. ഹീറോയിനോട് ഇരുന്നോട് സംസാരിക്കായിരുന്നു. അതിലൊരാളെ പിടിച്ച് വെച്ച് കൊണ്ട് അങ്ങനെ കുറച്ചൊരു ഗുണ്ടൂസ് വന്നായിരുന്നു. ഗുണ്ടൂസ് വന്ന് ഹീറോയിൻ്റെ ഫ്രണ്ട്, അതെ ഹീറോയിൻ്റെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവർ അതിലൊരു ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ടിനെ പിടിച്ച് തല്ലായിരുന്നു. കൊറിയയിൽ, അതെ ഹീറോയിൻ്റെ ചേട്ടനെനിക്ക് കൊറിയയിൽ ഒരു ഫ്രണ്ടാണ് ജോബ് ചെയ്തത്. അങ്ങനെ പിടിച്ച് വെച്ച് മറട്ടുമ്പോൾ പറഞ്ഞതാ സാർ ഇവരുടെ ഡീറ്റെയിൽസ് മൊത്തം പറഞ്ഞു. മിയക്ക് ഭയങ്കര ഹാപ്പി. മിയ ഡാഡി പോയിട്ട് ഐസ് വെക്കുക, ഡാഡി ഞാനൊരു ലവ് ചെയ്യുന്നു ഡാഡി പ്ലീസ് എൻ്റെ ലവ് കളിച്ചതെന്ന് പറഞ്ഞു. ഹീറോയിൻ്റെ ചേട്ടൻ കറങ്ങിയിട്ടായിട്ട് പോയായിരുന്നു. പ്ലീസ് ഡാഡി എന്ന് പിടിച്ച് കെഞ്ചാൻ തുടങ്ങി. മിയാൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ശരി മതി ഐഡിൽ പോവാതെ പോവും മമ്മി, എനിക്ക് അവരുടെ പാട്ട് സാങ് മാത്രം പിടിക്കും, എനിക്ക് ഫ്യൂച്ചർ ഹസ്ബൻഡ് കിട്ടി ഡാഡി പ്ലീസ് ഡാഡി എന്ന് മിയ പിടിച്ച് ടോർച്ചർ ചെയ്യുന്നു. മിയൻ്റെ ഡാഡിക്ക് ടെൻഷനായി. ശരി ശരി ഓക്കെ എന്ന് പറഞ്ഞ് മിയാൻ്റെ ഡാഡി പറഞ്ഞ ഐഡൽ കമ്പനിക്കും ഒരു റിച്ചാണ്. മിയാൻ്റെ ഡാഡി ഒരു CEO ആണ്. CEO പറഞ്ഞ മിയാൻ്റെ ഡാഡിക്ക് അങ്ങനെയായിട്ട് മിയാന് ഭയങ്കര ഇഷ്ടമാണ്. മിയാൻ്റെ ചേട്ടനെനിക്ക് മിയ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. കമ്പനി ഞാൻ നോക്കിക്കളാം. മിയ പറഞ്ഞു ഞാൻ ഇന്ത്യയിൽ നിന്ന് കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇത് മിയ പറയുമായിരുന്നു. മിയാൻ്റെ ചേട്ടൻ തലയൊക്കെ വെച്ച് ഇവിടെ വെച്ച് ഞാൻ എന്ത് ചെയ്യാമെന്ന് മിയ അങ്ങനെയായിട്ട് ഇന്ത്യയൊക്കെ വന്നായിരുന്നു. മിയാൻ്റെ ഡാഡി എങ്ങനെയും കണ്ടുപിടിച്ച് അങ്ങനെ അവിടെ ഹീറോയുടെ മൂന്നാമത് ചേട്ടൻ്റെ ഫ്രണ്ട് അവിടെ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് അവനെ പിടിച്ച് അവന് എവിടെയാണ് ഉള്ളത് മിയ വീട്ടിൽ വന്ന് സംസാരിച്ചാണ്. അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ മമ്മിക്ക് ഡാഡിക്ക് ഓക്കെ എന്നായിരുന്നു. നല്ല ഗേളാണ് ഇവളൊരു ബിസിനസ് മാൻ ഗേളാണ്. ശരി ഓക്കെ എന്ന് മിയാനക്കും മാരേജ് നടന്നു. മിയാക്ക് ഭയങ്കര ഹാപ്പിയാണ്. മിയാക്ക് ഹീറോയിന് പറഞ്ഞു ഒരുപാട് ഇഷ്ടമാണ്. മിയാക്കും ഐഡൽ പിടിക്കും ഹീറോയ്ക്ക് പിടിക്കുമെന്ന് പറഞ്ഞു. ഹീറോയിനെ പിടിച്ച് വെച്ച് കൊഞ്ഞ് തുടങ്ങി എന്ന് പറഞ്ഞു. മിയ പറയായിരുന്നു എനിക്ക് തന്നെ പിടിക്കും. അങ്ങനെ മിയ പറഞ്ഞായിരുന്നു. മിയ പറഞ്ഞ നല്ല പഠിക്കും, അതുമാത്രമല്ല നല്ല ഇതറിയും മിയക്ക്. മിയ പറയാൻ തുടങ്ങി ഡാൻസ് താങ്ക് യു ഒന്നും പറയണ്ട മിയോട് പറഞ്ഞ് സ്മൈൽ ചെയ്ത് പറയായിരുന്നു. അങ്ങനെ മിയവും ഹീറോയും ജോലിയൊരു ഫ്രണ്ട്സ് മതിയാണ്. ഞങ്ങൾ അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ നാലാമത്തെ ചേട്ടൻ ഭയങ്കര ആക്ടിങ് ചെയ്യാൻ പോകുന്നത്. നാലാമത്തെ ചേട്ടൻ പറഞ്ഞ ആക്ടിങ് ഡ്രാമ നന്നായിട്ട് ചെയ്യും. മിയ ചിലപ്പോൾ കൊറിയൊക്കെ പോയായിരുന്നു. കൊറിയൊക്കെ പോകുമ്പോൾ മിയക്ക് ഒരു ഗേൾ നന്നായിട്ട് അറിയും. ആ പെണ്ണുക്ക് പറഞ്ഞ ഒരുപാട് പറഞ്ഞ ആ പെണ്ണുക്ക് ഒരു മാരേജ് കഴിക്കാൻ പറയായിരുന്നു. അതുകൊണ്ട് മിയ പോയായിരുന്നു. മിയയുടെ ഡാഡിൻ്റെ ഫ്രണ്ടിൻ്റെ മോള് മിയക്കും അവളെ നന്നായിട്ട് അറിയാം. ആ കുട്ടിക്ക് എന്താ പറഞ്ഞോ ഇല്ല ഇവർക്ക് മാരേജ് കഴിക്കാം. മിയ പറയായിരുന്നു ഇവർക്ക് മാരേജ് കഴിക്കാണ്, എനിക്കൊരാളെ നന്നായിട്ട് അറിയും. മിയ പറഞ്ഞു ദിയാക്ക് ഞാൻ പറഞ്ഞ ആൾ മാരേജ് കഴിച്ചോ, നല്ല നല്ല ചെക്കനാണ്, ഇവളവിടെ നിന്ന് സെറ്റിൽ ആവാന്ന് പറഞ്ഞാൽ മിയൻ്റെ ഡാഡി പറഞ്ഞു അതെ അതെ എനിക്കും ഞാൻ അവിടേക്കാ കൊടുത്തത്. മിയൻ്റെ ഡാഡി കേട്ടായതുകൊണ്ട് ദിയാൻ്റെ ഡാഡിക്ക് ഓക്കെ എന്ന് പറഞ്ഞ് അങ്ങനെ ദിയാക്കും ഹീറോയിൻ്റെ നാലാമത്തെ ചേട്ടനിക്കും മാരേജ് ചെയ്യാം. നാലാമത്തെ ഗേൾക്ക് പറഞ്ഞ അവൾക്ക് മാരേജ് കഴിച്ചായിരുന്നു. അങ്ങനെ എല്ലാം ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ നാലാമത്തെ ഗേൾക്ക് മാരേജ് ആകുമ്പോൾ PTS മെമ്പർ എല്ലാവരും വന്നു. വലിയ CEO ആണ്, വലിയ പണം വല്ല കൊടുത്ത് നല്ല പണം കൊടുത്ത് ഹെൽപ്പ് ചെയ്യും. അതുമാത്രമല്ല ഹീറോയി വന്നായിരുന്നു. അങ്ങനെ PTS മെമ്പർ ഹീറോയിനെ കണ്ട് മൊത്തത്തിൽ ഫ്ലാറ്റായി പോയി ഹീറോയിനെ കണ്ടിട്ട്. അങ്ങനെ മിയ പറയായിരുന്നു എന്തായിരുന്നു അവർ മാരേജൊക്കെ വന്നായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിനെ ജോലിയായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. അങ്ങനെ കുറച്ച് താല്പര്യം ഹീറോയിനെ മിയൻ്റെ ഡാഡിയും ദിയാൻ്റെ ഡാഡിയും അവർ പോയായിരുന്നു. മിയ പറയുന്നത് ഹീറോയിന് ഭയങ്കര കൊഞ്ചുകൊണ്ടൊക്കെ ഹീറോയിൻ ഒരു മാഫിയ ക്വീനാണ്. ദിയാക്കും മിയക്ക് അറിയും. മിയ പറഞ്ഞു ഞാൻ എനിക്കും ഹെൽപ്പ് ചെയ്യാം സീക്രട്ടായിട്ട്. അവർക്ക് ഇങ്ങനെ ഫാൻറ്റാസ്റ്റിക് ഇങ്ങനെ എൻജോയ് ചെയ്തതല്ല ഭയങ്കര പിടിക്കും. അങ്ങനെ കഷ്ടപ്പെട്ട ഹീറോയിൻ ഒരു പ്രശ്നമാണ്. ഹീറോയിൻ കോളേജിലേക്ക് വരുമ്പോൾ മിയക്കാക്കായിരുന്നു. ദിയ പറയുന്നുണ്ടെങ്കിൽ എന്തൊരു പ്രശ്നം ദിയക്കൊരു ഡൗട്ട് വരുന്നത് ഇവനെന്താ ഇവിടെയൊക്കെ കോളേജ് വരെ ഒരു ചെക്കനായിരുന്നു. ഹീറോയിനെ പിടിച്ച് മരട്ടായിരുന്നു ഞാൻ മാരേജ്. ഹീറോയിനെ പിടിച്ചോണ്ടും അങ്ങനെയായിട്ട് ഹീറോയിൻ എല്ലാവരും പാർട്ടി ഉണ്ടായിരുന്നു. എല്ലാവരും ഡ്രസ്സ് ഇടായിരുന്നു. ഹീറോയിനെ പിടിച്ച് മരട്ടായിരുന്നു ഞാൻ മാരേജ്. ഹീറോയിനെ പിടിച്ച് മരട്ടായിരുന്നു. അങ്ങനെ മിയ പറയായിരുന്നു. മിയക്ക് ഷോക്കായിരുന്നു. PTS പോകുമ്പോൾ അവർ വെളിയിൽ വന്ന് നോക്കുമ്പോൾ ഇവരെവിടേക്ക് പോകുന്നത് ഫോളോ ചെയ്ത് പോകാമെന്ന് പറഞ്ഞ് അവർ വന്നതാ. ഹീറോയിനെ പിടിച്ച് മാരേജ് ചെയ്ത് ഫോക്സ് ചെയ്ത് മെരട്ടയായിരുന്നു. ഹീറോയിന് മെരട്ടയായിരുന്നു. ഇല്ല ഹീറോയുടെ ദിയാനും മിയാനെ പിടിച്ച് വെച്ചിട്ട് നീ ഇവിടെ മാരേജ് കഴിക്കും. കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഞാനൊരു മാരേജ് കഴിക്കാൻ പറ്റില്ല എന്ന് പറയായിരുന്നു. ദിയക്ക് അയ്യോ ഇപ്പം എന്താ ചെയ്യാന്ന് ദിയാക്കും മിയാക്കും ഒന്നും മനസ്സിലായില്ല. അയ്യോ ഇപ്പം എന്താ ചെയ്യുക എടി മിയാക്കും ദിയാക്കും ഒരാളുണ്ടായിരുന്നു, ഒരു അങ്കിൾ, ഒരു പവർ. ഹീറോയ്ക്ക് പവർ കൊടുത്താൽ മതി, ഹീറോയ്ക്ക് പവർ കൊടുക്കാൻ വരും. അവർ മിയ പറഞ്ഞായിരുന്നു എനിക്ക് പവറുണ്ടെന്നുള്ളതായിരുന്നു. അങ്ങനെ അവർ പറയുന്നു മിയ ഇപ്പം എന്താ ചെയ്യാമെന്ന് വേറെ വഴിയില്ല. ഇവരെ മെറിട്ടായിരുന്നു മാരേജ് കഴിച്ച് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ 7 പേർ ഇത് എനിക്കൊരു ഐഡിയ പറഞ്ഞ് അങ്ങനെയായിട്ട് ആ പേപ്പർ അവിടെ വെച്ചായിരുന്നു.
അങ്ങനെ ഹീറോയെ പിടിച്ച് സൈൻ ചെയ്ത് അങ്ങനെ ഹീറോയോട് സൈൻ ചെയ്ത് അങ്ങനെ അവിടെ വെച്ചൊക്കെ സൈൻ ചെയ്യാൻ പോകരുത്. സൈൻ ചെയ്യാൻ പോകുമ്പോൾ ഒരു സൗണ്ട് കേട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ആ ബുക്കിന് ഇങ്ങനത്തെ ഒരു 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 ഇത് പറഞ്ഞ ഒരു ഡോഗ് വന്നു. ഹീറോയിൻ്റെ ഡോഗായിരുന്നു, അല്ല ഡാഡീൻ്റെ. ഒരു തട്ട് തട്ടിയായിരുന്നു ആ ഡോഗ്. അതുകൊണ്ട് അവർക്ക് PT സമ്പർക്ക് കിട്ടിയായിരുന്നു. PT സമ്പർ ഇതെന്താ എടുത്ത് വായിച്ചു നോക്കും, മാരേജ് സർട്ടിഫിക്കറ്റ്. ഒരു ഇല്ലാത്ത ജിന്നി കൊടുത്ത് ജിൻ സൈൻ എല്ലാവരും സൈൻ ചെയ്ത് ഹീറോയുടെ മാരേജ് കഴിച്ചത്. അങ്ങനെ ആ സർട്ടിഫിക്കറ്റ് മാരേജ് കഴിച്ചു. അത് മാത്രമല്ല ഒരു മാലയുണ്ട്, അത് തന്നെ മാരേജ് പോലെ. അങ്ങനെ എല്ലാവരും ഒന്ന് ഹീറോയിലേക്ക് ഒതുകൊണ്ട് ഹീറോയെ അവിടെ നിന്ന് ചെറിഞ്ഞ് പറയായിരുന്നു. ഹീറോയ്ക്ക് ഒന്നും അറിഞ്ഞില്ല, മാല അറിയിട്ടായിരുന്നു. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. മാരേജ് കഴിഞ്ഞു. ഹീറോയി മിയക്കും ഡിയക്കും ഷാക്കായിരുന്നു, എന്താ ഇവിടെ നടക്കുന്നു. അങ്ങനെ അവർ പവർ യൂസ് ചെയ്ത് അങ്ങനെ ഫൈറ്റ് ചെയ്ത് 7 പേർ ഹീറോയിൻ്റെ പവർ കണ്ട് ഷാക്കായിരുന്നു. എന്താ പവറായത്. അങ്ങനെ ഹീറോയി ചിരിച്ച് മൊത്തം ഫൈറ്റ് ചെയ്ത് എല്ലാവരും ഇതാക്കിയായിരുന്നു, തല്ലുണ്ടാക്കി ഇതാക്കിയായിരുന്നു. അങ്ങനെ ഹീറോയി പറഞ്ഞായിരുന്നു സ്മൈൽ ചെയ്ത്. ഹീറോയി പറയുന്നത് എൻ്റെ മേലെ കളിച്ച ഇതാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഹീറോയി ഉള്ളിൽ തന്നെ തിരിക്കായിരുന്നു. 7 പേർ മാരേജ് കഴിച്ചു ഹീറോയിനെ. അയ്യോ, ഇവരെ വേറെ ചോദിച്ചു ഇപ്പം എന്താ ഞാൻ ചെയ്യുക. 7 പേർ ഹീറോയിനെ ഒരുപാട് നോക്കായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് അവർ പിടിക്കുമായിരുന്നു. അങ്ങനെ അവർ ഒരുപാട് പ്രപ്പോസ് ചെയ്തു. ഹീറോയി അക്സെപ്റ്റ് ചെയ്ത അവർക്ക് ഷോക്കായിരുന്നു. അങ്ങനെ ജിന്നിന് പറ്റി കിസ് ചെയ്തായിരുന്നു. അവർ കൂടെ എല്ലാവരും കൂടെ ക്ലോസ് ആയിരുന്നു. ടയർഡായിരുന്നു. അവർക്ക് ഒരുമാതിരിയായിരുന്നു. എന്ന് ബോഡി കുറച്ച് നാളാകുമ്പോൾ അവർക്ക് ഒരുമാതിരി ഫീലിംഗ് ആവരായിരുന്നു. നമ്മളെ ബോഡിയിൽ ഒരു മാറ്റം വരായിരുന്നു. ജിമ്മിന് ഒരു പാസ്റ്റ് പോയായിരുന്നു. ഇതൊരു ഷോക്കായിരുന്നു. എന്താണ് ഇത് ഹീറോയിലൂടെ പറയായിരുന്നു. ഹീറോയെ വെച്ചിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് പവർ വന്നിട്ടുണ്ടായിരുന്നു. പവറാ ജിൻ, നിനക്ക് മെഡിസിൻ പവർ വരും. ജിൻ പറയുന്നു ഒരു ക്യാച്ചിന് കൊണ്ടുവന്നു ഹീറോ പറഞ്ഞ് മെഡിസിൻ കൊടുക്കുന്നു. ഇത് പ്രശ്നമോ ഇത് പ്രശ്നം എന്ന് പറയുന്നത്. ഇതുകൊണ്ടെല്ലാം ഷോക്കായിരുന്നു. ഒരു നാൾക്ക് നമുക്ക് മൈൻഡിങ് പവർ, ഷുഗർക്ക് എർത്ത് കൺട്രോൾ ചെയ്യുന്നത്, ജയഹു പവർ, ജിമ്മേക്ക് മറിയാൻ പറ്റും, പിന്നെ ബാഡ് സംസാരിക്കുന്നത് മനസ്സിലാവും, വീക്ക് തണ്ടർ പവർ.